ഒന്ന്, ചെലവിൻ്റെ മേലുള്ള നിയന്ത്രണം, ആവശ്യമില്ലാത്ത ചെലവുകൾ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത. രണ്ട്, വരുമാനത്തിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ചോർച്ച പോകുന്ന വരുമാനം ഇല്ലാതാക്കാനും ഒക്കെ ആ ചോർച്ച ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ആ ബജറ്റ് കൊണ്ടുള്ള പ്രയോജനം. മാത്രവുമല്ല, ഈ കൂടെ ഇങ്ങനെ അഡ്വാൻസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറും. ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് ഓഡിറ്റ് ചെയ്തിട്ട് കിട്ടാൻ സാധിക്കും. അങ്ങനെ ചില കാര്യങ്ങളിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വരികയാണ്. മറ്റൊരു കാര്യം, ഈ തീർത്ഥാടനം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പം കച്ചവടക്കാർ ഒരുപാട് ഹോട്ടലുകൾ, ബൂത്തുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അവർക്കെല്ലാം ഓരോ പരാതികളാണ്. പിന്നെ പോലീസുകാർ ഞങ്ങളെ ആളെ അങ്ങോട്ട് വിട്ടില്ല. അത് പറയുന്നതോടൊപ്പം അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും പലപ്പോഴും ഈ കുത്തക ലേലം എടുക്കുന്നവർ ചെയ്യുന്നില്ല. അത് പ്രധാനമായിട്ടും ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ, അവിടുത്തെ ജീവനക്കാരുടെ ഹെൽത്ത് സ്റ്റേറ്റസിൻ്റെ കാര്യത്തിൽ അവർ ഹെൽത്തിൻ്റെ ക്ലിയറൻസ് എടുത്തോ, അതുപോലെ തന്നെ അവർ ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഫയർ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് നടത്തിയിട്ടുണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഈ അവ്യക്തത നിലവിലിരിക്കുകയാണ്. അത് നമ്മുടെ ടെൻഡർ ഡോക്യുമെന്റിലുമുണ്ട്, കരാറിലുമുണ്ട്. ഇത് മുഴുവൻ പുനഃപരിശോധിക്കുകയാണ്. ഇപ്പോൾ കിഫ്ബിയോ അല്ലെങ്കിൽ മറ്റു പല സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്ന പുതിയ തരത്തിലുള്ള ടെൻഡർ വ്യവസ്ഥകളും കരാർ വ്യവസ്ഥകളിൽ കുറച്ച് വ്യക്തതയും ഒക്കെ വരത്തക്ക രീതിയിൽ ഒരു മോഡേൺ ടെൻഡറിംഗ് സിസ്റ്റത്തിലേക്ക്